Here I am inside my house. Deepa Spanikar is here inside my house. Now the time is 10 10:25. Okay, today is 12th February, and these criminals are always trying to create stories about me and always watching me. These criminals doesn't have any other work actually. Doesn't have any other work. Always watching me and seeing what I am doing, this and that. And these criminals are always trying to switch off my camera, powering off my cameras, all these things these criminals are doing actually. And these criminals wanted to trap me somehow. The thing is, why why, because this Preeta S. Panikar and this Biju P wanted to live together. This is the real matter. Okay, and these criminals wanted to kill me before that, or somehow trap me. And this even before my marriage, these criminals actually planned to kill me, or somehow do something with my this thing, and so that these criminals can live together, this Preeta S. Panikar and Biju P. This was their motive actually. And so these criminals used to give me slow acting poison, this and that, through water, this and that. And all the people know they're at Kandallur, this Biju P's house. These people know what is happening, all these things they know actually. And now the thing is, and they tried to harm my life, but they couldn't do anything. And this Biju P always used to say that no need of kids now. If we have kids, we can't live like this, it seems. ഇങ്ങനെയൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ എന്താണ്, ഇതുപോലെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ വിരുന്നിന് ചെന്നപ്പോൾ അവിടെ ഒരു കൊച്ചുണ്ണൂണി എന്ന് പറയുന്നവൻ പറഞ്ഞാണ്, അനിയത്തി കയറി മണ്ഡപത്തിലിരുന്നേനേവല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് ചുമ്മാതെ കെട്ടിക്കുക, എന്നിട്ട് നമ്മളെ എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇവളുമായിട്ട് കെട്ടുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം മുഴുവൻ. മനസ്സിലായില്ലേ? ഇവരുടെ ഉദ്ദേശം മുഴുവൻ ഇതായിരുന്നു, ഇവർ തമ്മിൽ കെട്ടുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പം ആദ്യത്തെ ദിവസം മുതൽ ഇവൻ ഡ്രാമ തുടങ്ങിയതാണ്. നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ട്, അപ്പം ഡിവോഴ്സോ എന്തെങ്കിലും ആക്കണം എന്നുള്ളതായിരുന്നു ഇവന്മാരുടെ ഉദ്ദേശം. അപ്പം ഡിവോഴ്സ് ഇപ്പം ഇവൻ ചോദിക്കുകയാണ്, നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടെന്നുള്ള കഥകളുണ്ടാക്കുക. അതൊക്കെ നടക്കാതെ വന്നപ്പം പിന്നെ നെക്സ്റ്റ് അപ്പം ഈ ആൾക്കാർക്കെല്ലാം അറിയാം, ഈ മെഴുവേലി ജയ എന്ന് പറയുന്നവർക്കും എൻ്റെ കല്യാണത്തിന് മുമ്പേ അറിയാം ഞങ്ങളങ്ങ് ഡിവോഴ്സ് ചെയ്യുന്നത്. അതൊന്നും വല്ലാത്തൊരു ജ്ഞാനദൃഷ്ടിയാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഇത്ര വലിയ അങ്ങ് എന്താ പറയുക, ജ്ഞാനദൃഷ്ടി വരാൻ ഇത്രയ്ക്ക് വലിയ അങ്ങ് എന്തോ വലിയ ദൈവപുത്രി വല്ലതും ആണോ ഇവരൊക്കെ നമ്മൾ ഡിവോഴ്സ് ആവുമെന്നൊക്കെ പറയാൻ വേണ്ടി ദൈവപുത്രി വല്ലതും ആണോ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവന്മാരുടെ ഇതെല്ലാം. ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് നമ്മുടെ എന്താണ്, ഇപ്പം എൻ്റെ അമ്മ വീട്ടിലുള്ള ജലജ, രാജമ്മ, ശാന്ത, ലീല, പിന്നെ ഈ ജയ, ഇവർക്കെല്ലാം അറിയാം ഇതൊക്കെയായിരുന്നു സംഗതി എന്നുള്ളത്. എന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും റെഡിയാക്കണം. അപ്പോൾ ശാന്തയ്ക്ക് 2017 എന്നെ കണ്ടപ്പോൾ ഇവരങ്ങ് 18 കണ്ടപ്പോൾ മുതൽ എന്നോടങ്ങ് എന്നോടങ്ങ് ചാടുക. അത്രയും വലിയൊരു ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വെച്ച്. അപ്പോൾ അവർക്ക് ഭ്രാന്തല്ലയോ, എന്നെ അങ്ങ് ഇതാക്കുക. എന്നിട്ട് പാവം കൊച്ചുമോളെന്ന്. അപ്പോൾ എന്തോ ഞാൻ അവളുടെ ഏതാണ്ട് മോട്ടിച്ചോ നമ്മളോട്, അവളുടെ പാവം കൊച്ചുമോളെന്ന്. അപ്പോൾ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിസൈഡ് ചെയ്തൊന്നും നടക്കുന്നില്ല, ഞാനങ്ങ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവളുടെ ഉള്ളിൽ നിന്ന് തികട്ടുവാണ്. അതാണ് ഇവളങ്ങ് ചാടി പറയുന്നത് ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ വീട്ടിലാണ്. നമ്മളെക്കുറിച്ച് നമ്മുടെ ക്യാമറ ഓഫ് ചെയ്തതൊക്കെ, നമ്മുടെ ക്യാമറയ്ക്ക് ശരിക്കും ഇൻവേർട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. ക്യാമറയൊന്നും ഓഫ് ആവേണ്ട കാര്യങ്ങളേ ഇല്ല. എന്നിട്ടും ക്യാമറ ഓഫാക്കുക, എന്നിട്ട് സുബ്രഹ്മണ്യൻ്റെ മോൻ ഇങ്ങോട്ടൊക്കെ വരുന്ന ഇതാക്കുക. ഇതെല്ലാം നമ്മളിപ്പം സ്റ്റാറ്റസിൽ ഇടുന്നുണ്ട്. ചിലർക്കൊക്കെ സ്റ്റാറ്റസ് ഞാൻ ഹൈഡ് ചെയ്യണമെന്നൊക്കെ, ചിലവർ ഇതൊക്കെ നമ്മളങ്ങനെ ഹൈഡ് ചെയ്യുന്നില്ല. എല്ലാവരും കാണാൻ വേണ്ടിയാണ് സ്റ്റാറ്റസ് ഇടുന്നത്. എല്ലാവരും അറിയണം, ഈ നാട്ടിലുള്ളവരും അവിടെ ഇവിടെയൊക്കെ ഉള്ളവരെല്ലാം അറിയണം എന്തൊക്കെയാണ് നമ്മൾ ഇടുന്നതെന്നുള്ളത്. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ നമ്മുടെ പുറകിൽ നമ്മളെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് നടക്കുകയാണ് ഇവന്മാർ. ആളും ഇന്നലെ രാത്രി വിളിച്ച് പറയാം, സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യും. ഒരാളെ ഹൈഡ് ചെയ്തിട്ടില്ല, എല്ലാം കാണുന്നുണ്ട്, എല്ലാവരും കാണണം. നമ്മളെ ചീത്ത വിളിക്കും, ഹരാസ് ചെയ്യുന്നതുമെല്ലാം, നമ്മുടെ മുഖത്തോട്ട് ടോർച്ചടിക്കുന്നതുമെല്ലാം.
നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ അങ്ങ് ഇതാ. നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് നമ്മളെ കണ്ട ഉടനെ അവന് ചീത്ത വിളിക്കണം. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവന്. ശീലമാവൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും, കൊടുക്കണം ഇവനെ റെഡിയാക്കണം എന്നുള്ളത്. ഇവനെ ഭയങ്കര അസുഖം, ഇവനെ റെഡിയാക്കണം. ഇവന് നമ്മളെ കാണുമ്പം അങ്ങ് ചീത്ത വിളിക്കുക, ചേറഞ്ഞ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയുക, തുണി പോക്കുക. എല്ലാവരും കണ്ടു കഴിഞ്ഞു തുണി പോക്കുന്നതൊക്കെ.